ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പോ ബൗളോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ്സോ അളവായിട്ട് എടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് പുഴുങ്ങലരിയാണ് കേട്ടോ. നമ്മൾ പച്ചരി എടുത്ത അതേ അളവിന് തന്നെ പുഴുങ്ങലരി എടുക്കുക. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ള അരി എന്നൊക്കെ പറയുമല്ലോ, ആ അരിയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ വൃത്തിയായി കഴുകിയെടുക്കുക. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഇളം ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ച് തിരുമ്മി കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ അരിയൊക്കെ നല്ലപോലെ കഴുകിയെടുത്ത് അതിലേക്ക് കുതിർക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഏകദേശം 4 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കുതിർത്തെടുക്കുന്നതെങ്കിൽ 2 മണിക്കൂർ മതിയാവും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ പച്ചരിയും പുഴുങ്ങലരിയും ഉലുവയൊക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുതിർക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള അതിലത്തെ വെള്ളം തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചരിയും അതുപോലെ തന്നെ പുഴുങ്ങലരിയൊക്കെ എടുത്ത് അതേ അളവിന് തന്നെ 1 കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. ഏത് അരിയുടെ ചോറും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോവാതെ കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. നമ്മൾ ദോശയുടെയൊക്കെ മാവ് അരച്ചെടുക്കില്ലേ, ആ ഒരു കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ അരി കുതിർക്കാൻ വേണ്ടി വെച്ചതിലുള്ള കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ അരച്ചെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുത്ത മാവ് ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പുളിക്കാൻ വേണ്ടി മാവ് വെക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ വേണം കേട്ടോ അരച്ച് വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ അതിന് പൊന്തി വരുന്ന സമയത്ത് പുറത്തേക്കൊന്നും പോവില്ല. ഇനി ബാക്കിയുള്ള അരിയിലേക്ക് 1 കപ്പ് തേങ്ങാ ചെരുവത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ അരി എടുത്ത് അതേ കപ്പിന് 1 കപ്പ് അളവിൽ തേങ്ങാ ചെരുവത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, മാവ് ഈ ഒരു കട്ടിക്കാണ് ഇരിക്കേണ്ടത്. നമ്മൾ ആപ്പത്തിന് അരച്ചെടുക്കുന്ന പോലെ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, കുറച്ച് കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ ഒരു തവി വെച്ചിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പുളിച്ച് വരാൻ വേണ്ടി ഞാൻ ഈ ഒരു തവി ഈ പാത്രത്തിൽ തന്നെ ഇട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പുളിച്ച് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ ഒരു തവി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 8 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പുളിച്ച് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ച് വെക്കുന്നത് തലേദിവസം രാത്രിയാണ്. നമ്മൾ തലേദിവസം രാത്രി അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ ചുട്ടെടുക്കുക എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വൈകിട്ടൊക്കെയാണ് ചുട്ടെടുക്കുന്നതെങ്കിൽ രാവിലെ അരച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് നല്ല പോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ലേശം പരിപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാ കറിക്കൊക്കെ എടുക്കുന്ന പരിപ്പാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ഇട്ട് കൊടുക്കുക. ഉഴുന്നും പരിപ്പൊക്കെ നല്ല പോലെ പൊട്ടി മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല പോലെ തന്നെ വഴഞ്ഞ് വരണം. അപ്പോൾ അതാ നമ്മൾ സവാള നല്ല പോലെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചീകിയെടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ മാവിനും ചേർത്തിട്ടുള്ള ഉപ്പാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ സവാളയും ക്യാരറ്റൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതാ മാവ് തലേ ദിവസം അരച്ച് വെച്ച ഈ ഒരു മാവാണ് കേട്ടോ. മാവ് നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പൊന്തി വന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതാണ് കേട്ടോ സംഭവം. ആ ഒരു ലൈന് പോലെ കണ്ടില്ലേ, അതുവരെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കാൻ മറന്നല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇനി വഴറ്റിയെടുത്ത സവാളയും ക്യാരറ്റ് എല്ലാം അത് നല്ല ചൂടോടെ തന്നെ ഒരു മാവിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തില്ല. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ആപ്പച്ചട്ടി നല്ല പോലെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോൺ സ്റ്റിക്ക് ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് ചൂടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചൂടായ ശേഷം അതിനെ ഒഴിച്ചാൽ മതി. നമുക്ക് ഈ ഒരു കട്ടിയുള്ള ചീനച്ചട്ടി ആകുമ്പോൾ നല്ല പോലെ തന്നെ ചൂടായിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഒരു നുള്ള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ
മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. ഞാനിവിടെ കുറച്ച് കട്ടിക്ക് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് കൂട്ടരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചട്ടി നല്ല പോലെ തന്നെ ചൂടായി കഴിഞ്ഞാൽ മാവ് ഒഴിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് മീഡിയത്തിലിട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡ് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മുരിച്ചെടുക്കാനാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വെറുതെ കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.